ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള മനുഷ്യാവകാശമാണ്. എങ്ങനെ ജീവിക്കാനുള്ള മനുഷ്യാവകാശം? അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനുഷ്യാവകാശം. ആ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആത്മാഭിമാനം നഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്തസ്സോടു കൂടിയ ശവദാഹം ലഭിക്കുക എന്നത്. ശവസംസ്കാരം ആ വളരെ മാനുഷികമായ അന്തസ്സോടു കൂടി തന്നെ ലഭിക്കണം. അത് ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമാക്കി അതിനെ മാറ്റിക്കൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. എന്താ പശ്ചാത്തലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഛത്തീസ്ഗഡിലെ ഈ ശ്മശാനങ്ങളെക്കുറിച്ച് വന്ന റിപ്പോർട്ടുകളും പഠനങ്ങളും എല്ലാം കാണിക്കുന്നത് അത് വളരെ അനാരോഗ്യകരമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ജഡ്ജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അഭിഭാഷകരെല്ലാം കൂടി പോയിട്ട് അത് നേരിട്ട് കണ്ട് വിലയിരുത്തിയതിന് ശേഷമാണിത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കാര്യങ്ങൾ. ഒന്ന്, രാവണൻ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും, കാരണം രാവണൻ മഹാദ്രോഹിയാണ്, രാക്ഷസനാണ്, പെണ്ണുപിടിയനാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഏത് പെണ്ണുപിടിയന്മാർക്കും മാതൃകയായിട്ടിരിക്കേണ്ട ഒരാളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.